ഹലോ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാഷ്മലോയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ നമുക്ക് ജെലറ്റിനാണ് വേണ്ടത്. ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള ജെലറ്റിനാണ് വേണ്ടത്. ഇനി നമ്മളിതാ ഒരു ബൗളിലേക്ക് ഇത് അളന്നിട്ട് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാനിതാ 2 ടേബിൾ സ്പൂണ് ജെലറ്റിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കണം. സാധാരണ പച്ചവെള്ളമാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത്, ഞാനിപ്പോൾ ഒരു കപ്പിൽ ഇതാ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു അരിപ്പയിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു കപ്പിൻ്റെ പകുതി കോൺഫ്ലോറാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന കപ്പിൻ്റെ പകുതിയാണ് കോൺഫ്ലോർ എടുക്കേണ്ടത്. ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് നമുക്ക് അരിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. ഇതാ ഒരു കപ്പ് പഞ്ചസാര ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക്, ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. എന്നിട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ അടുത്തൊരു ബൗളിൽ കുറച്ച് വെള്ളം നമ്മൾ എടുത്ത് വെക്കണം. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പഞ്ചസാര ലായനി ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള ഈ ഒരു പാകത്തിനാകണം. അപ്പോൾ നമ്മളിതാ ഈ ഒരു പഞ്ചസാര ലായനി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വെള്ളത്തിലിട്ടാൽ ഇതുപോലെ നല്ല പോലെ കയ്യിൽ വെച്ചാൽ നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാനുള്ള ഈ ഒരു പാകമാണ് പഞ്ചസാര ലായനി നമുക്ക് കിട്ടേണ്ടത്. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് ജെലറ്റിനാണ്. ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല, ഓൺ ചെയ്തിട്ട് തന്നെയാണുള്ളത്. ഇനി ഈ ഒരു ജെലറ്റിനും കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്താൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു 2 മിനിറ്റ് മതിയാകും. അപ്പോൾ ഇതിലേക്കൊരു പിഞ്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു ഇത്തിരി ഉപ്പേ ചേർക്കാവൂ. ചൂടോടുകൂടി തന്നെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് ഈ ഒരു ചൂടോടുകൂടി തന്നെ ബീറ്റർ വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ബീറ്റർ വെച്ചിട്ട് ഇനി നമുക്ക് നല്ലോണം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് സമയം ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനിതാ ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1/2 ടീസ്പൂൺ വെള്ള എസൻസ് ചേർത്തിട്ട് വീണ്ടും നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിതാ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പാകമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഈ ഒരു റിബൺ കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് കൂടുതൽ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കരുത്. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലായിട്ടൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ പൗഡറും കോൺഫ്ലോറിൻ്റെ ഈ ഒരു മിക്സാണ് അടിയിൽ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഇതുപോലെ അടിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വൈറ്റായിട്ട് മാത്രമാണ് ഈ ഒരു മാഷ്മെല്ലോ റെഡിയാക്കി എടുക്കാൻ താല്പര്യമെങ്കിൽ വൈറ്റായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു കളർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 1/4 ഭാഗം ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയിൽ കുറച്ച് കളർ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിതാ കുറച്ച് റെഡ് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളർ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീറ്റർ വെച്ചിട്ട് ഒന്നങ്ങ് ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ കളറ് നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കളറ് ചേർക്കാതെയും ഫുള്ള് വൈറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോൾ 2 കളറിലായിട്ടാണ് നമുക്ക് മാഷ്മെല്ലോ കിട്ടുക. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതാ ഈ ഒരു പിങ്ക് കളറുള്ള ഈ ഒരു മിക്സും കൂടി നമുക്ക് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു പൗഡർ ചേർത്ത് കൊടുക്കാം. ഷുഗറും കോൺഫ്ലോറും ഉള്ള ഈ ഒരു പൗഡർ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ എല്ലായിടത്തും ഒരേ രീതിയിൽ ആക്കി കൊടുത്ത് ഇതിനി ഇതുപോലെ തന്നെ നമ്മൾ പുറത്ത് ഇതുപോലെ തന്നെ 2 മണിക്കൂർ വെച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. രണ്ടായാലും നമ്മൾ 2 മണിക്കൂർ നമ്മൾ ഇതൊന്ന് വെക്കണം. എന്നാലാണ് ഇത് സെറ്റ് ചെയ്ത് കിട്ടുക. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം. 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാനിത് 2 മണിക്കൂർ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രിഡ്ജിലാണെങ്കിൽ പുറത്താണെങ്കിൽ 2 മണിക്കൂർ വെച്ചാൽ മതി. ഇനി നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ നമുക്ക് ഷുഗറിൻ്റെ ഈ ഒരു പൗഡർ ഇട്ട് കൊടുത്താൽ മതി. ഇത് നല്ല ഒട്ടലുണ്ടാകും. അപ്പോൾ ഇത് എനിക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് മാഷ്മെല്ലോൻ്റെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കത്തിമേലും ഈ ഒരു ഷുഗറിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കണം. അപ്പോൾ മുറിക്കുന്ന സമയത്തും ഈ ഒരു പൗഡർ ഇട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇത് മുഴുവനായിട്ട് നിങ്ങൾക്ക് ഞാൻ കട്ട് ചെയ്തെടുത്ത് കാണിച്ചു തരാം. ഇതുപോലെ ഞാൻ ചെറിയ ഇതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഷുഗറിൻ്റെ പൗഡർ കുറച്ചൊന്ന് ആക്കി കൊടുത്താൽ മതി, തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് നമുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഇങ്ങനെ പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. കയ്യിൽ നിന്ന് ഇങ്ങനെ ചാടിപ്പോരുന്നുണ്ട്. അത്രക്ക് നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ഇതിൽ നമ്മൾ പഞ്ചസാരയും ജലത്തിനെയും നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. കുട്ടിയൊക്കെ എന്തായാലും ഈ ഒരു മാഷ്മലോ ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്കും ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ കിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാനും വിട്ടുപോകരുത്. താങ്ക് യു.